യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി ചുമത്തൽ കാരണം ഇന്ത്യയിൽ സാധനങ്ങളുടെ വില താൽക്കാലികമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് സോഹോ സ്ഥാപകൻ ശ്രീധർ വെമ്പു പറഞ്ഞു. ട്രംപിന്റെ നികുതി നടപടികൾ കാരണം ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് സോഹോ സ്ഥാപകൻ ശ്രീധർ വെമ്പുവിന്റെ നിരീക്ഷണം. അതനുസരിച്ച് തങ്ങൾ അമേരിക്കയിലേക്ക് സോഫ്റ്റ്വെയർ സേവനങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ്. ചൈനയിൽ നിന്നാണ് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. നിലവിൽ യുഎസ് താരിഫുകൾ പ്രകാരം ഉഭയകക്ഷി വ്യാപാരം സന്തുലിതമാക്കുന്നതിനായി ഇന്ത്യ യുഎസിൽ നിന്ന് കൂടുതൽ ഐഫോണുകൾ, ജിപിയു, എൽപിജി, ആണവ നിലയ സേവനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, വിസ്കി തുടങ്ങിയവ ഇറക്കുമതി ചെയ്യാൻ നിർബന്ധിതരാകും. അതേസമയം ചൈനയിൽ നിന്നുള്ള ഉപഭോക്തൃ വസ്തുക്കളുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിനുള്ള വഴികൾ ഇന്ത്യ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിപ്പിക്കാതിരിക്കാൻ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കാൻ കഴിയാത്തതിനാൽ ഇറക്കുമതി ചെയ്യുന്ന ഉപഭോക്തൃ വസ്തുക്കളുടെ വില ഹ്രസ്വകാലത്തേക്ക് ഉയർന്നേക്കാം. ഇത് പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുമെന്ന് സോഹോ സ്ഥാപകൻ ശ്രീധർ വെമ്പു പറയുന്നു. പ്രധാനമന്ത്രി മോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കാൻ തുടങ്ങിയത്. ഇന്ത്യയുടെ നികുതി സംവിധാനത്തെ അമേരിക്ക വിമർശിച്ചതോടെ ഇന്ത്യ നികുതി കുറയ്ക്കാൻ തുടങ്ങി. ഈ നികുതി ഇളവ് സൺടോറിയുടെ ജിം ബീം പോലുള്ള ജനപ്രിയ അമേരിക്കൻ ബ്രാൻഡുകളുടെ ഇറക്കുമതിക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് മധ്യമേഖലയിൽ ഇന്ത്യ അന്യായമായ തീരുവ ചുമത്തുന്നതിനെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ മാറ്റം പ്രഖ്യാപിച്ചത്. ബർബൺ വിസ്കിയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഇപ്പോൾ 50% നിശ്ചയിക്കുമെന്നും 50% അധിക തീരുവയോടെ ആകെ 100% ആകുമെന്നും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. മുമ്പ് ഈ ഇറക്കുമതികൾക്ക് 180% നികുതിയാണ് ചുമത്തിയിരുന്നത്. എന്നിരുന്നാലും ഈ നികുതി കുറവ് ബർബണിന് മാത്രമേ ബാധകമാകൂ. മറ്റ് ലഹരിപാനീയങ്ങളുടെ നിരക്കുകളിൽ അവയ്ക്ക് 150% നികുതി തുടരും. അതായത് യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന തീരുവ ചുമത്തുന്നു. ഇന്ത്യ ചുമത്തിയ തീരുവകൾക്ക് സമാനമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലും തീരുവ ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. കനത്ത നികുതിയുള്ളതിനാൽ ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയില്ല. ഈ ബൈക്കുകൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടത് അനിവാര്യമാണ്. ടെസ്ലയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ സംഭവിച്ചാൽ സമാനമായ നികുതികൾ യുഎസ് ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻലി മുതൽ നോമ്ര ഹോൾഡിംഗ്സ് ഇൻകോർപ്പറേറ്റഡ് വരെയുള്ള സാമ്പത്തിക വിദഗ്ധർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്പര നികുതി ചുമത്താനുള്ള പദ്ധതിയിൽ നിന്ന് ഇന്ത്യയും തായ്ലൻഡും ഏറ്റവും വലിയ അപകടസാധ്യതകൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും തായ്ലൻഡും. ഇരു രാജ്യങ്ങളും അമേരിക്കയിൽ 10 മുതൽ 25% വരെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ത്യയിലും തായ്ലൻഡിലും യുഎസ് സമാനമായ നിയമങ്ങൾ ഏർപ്പെടുത്തും. ഇന്ത്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ഇപ്പോൾ 10%-ൽ താഴെയാണ് തീരുവ ചുമത്തുന്നത്. യുഎസ് ഇറക്കുമതിക്ക് ഇന്ത്യ ചുമത്തുന്ന ശരാശരി നിരക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ചുമത്തുന്ന തീരുവയേക്കാൾ 10% പോയിന്റ് കൂടുതലാണ്. ട്രംപിന്റെ താരിഫ് കാരണം ഇന്ത്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നുമുള്ള സാധനങ്ങളുടെ വിൽപ്പന കുറയും. കയറ്റുമതിയിൽ ഇപ്പോൾ വേഗത കൈവരിക്കുന്ന രണ്ട് രാജ്യങ്ങളെയും ഇത് സാരമായി ബാധിക്കും. മറ്റ് രാജ്യങ്ങളെയും തുല്യമായി പരിഗണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറക്കുമതി കയറ്റുമതി നികുതികളിൽ ട്രംപ് കർക്കശമാണ്. ഇന്ത്യ ഇറക്കുമതി തീരുവ കുറച്ചില്ലെങ്കിൽ ട്രംപ് തീരുവ കൂടുതൽ ചുമത്തും. ഇത് ഇന്ത്യയിൽ സാധനങ്ങളുടെ വില ഉയരാൻ കാരണമായേക്കാം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയ താരിഫ് ബാധകമായ രാജ്യങ്ങളുടെ ആദ്യ പട്ടികയിൽ ഇന്ത്യയുടെ പേര് പരാമർശിച്ചിരുന്നില്ല.